ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് 750 ഗ്രാം ഫിഷൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാതെ കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ആദ്യമേ ഈ ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള മസാലകൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും വലിയ മീനുകളായാൽ മതി. അപ്പോൾ ഈ ഫിഷ് എല്ലാം മാരിനേറ്റ് ചെയ്ത് ഒന്ന് 1/2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. കാരണം ആ 1/2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഫിഷിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഫിഷിന് നമ്മൾ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാത്തത്. പിന്നെ ഇതിന് 1/2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബിരിയാണിയുടെ റൈസിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം തന്നെയാണ് റൈസ് എടുത്തിരിക്കുന്നത്. ഫിഷും 750 ഗ്രാം തന്നെയായിരുന്നു. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് നമ്മൾ ചോറും വെക്കുന്നത്. അപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ചോറ് റെഡിയാക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് സവാള വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാം, അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഒനിയൻ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഈ ഒരു പോട്ടിലേക്ക് തന്നെ 4 ടേബിൾ സ്പൂണോളം അളവിലുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്ത ഒരു സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ഫ്രൈഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ നെയ്യിൽ നിന്നും കോരി മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഉള്ളി വഴറ്റിയ ആ ഒരു നെയ്യിലേക്ക് തന്നെ ഞാനിപ്പോൾ റൈസും തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിലേക്ക് 4 ഗ്രാമ്പൂ, 3 ഏലക്ക, 2 പീസ് കറുവാപ്പട്ട ഇതുകൂടി ഒന്ന് ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കഴുകി വാരി വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ റൈസൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന ഒരു ഒച്ച നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ റൈസിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ചൂട് വെള്ളം വേണം, തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള അളവിലാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ബിരിയാണി വെക്കുമ്പം ഒരുവിധപ്പെട്ട എല്ലാ റൈസിനും അങ്ങനെ തന്നെയാണ്. ആ ഒരളവ് മതി വെള്ളത്തിൻ്റെ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഇത്രയായാൽ മതി. ഇനി റൈസിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് റൈസിൽ കിടന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത്, അപ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരും. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തങ്ങ് വെച്ചേക്കാം. എന്നിട്ട് ഇപ്പോൾ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ നേരം ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കറിയാം, വെളിച്ചെണ്ണയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും മതി. അപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്യുന്നില്ല. ഇനി ബാക്കിയുള്ള പീസുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഫിഷൊക്കെ മറിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫിഷിനെ ഇതൊന്ന് കോരിയെടുത്ത് മാറ്റി വെച്ചേക്കാം എണ്ണയിൽ നിന്ന്. അപ്പം ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ്. അതോടൊപ്പം നമ്മുടെ ചോറും കണ്ടോ, ഇപ്പം ചോറും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കറക്റ്റ് വെള്ളമൊക്കെ വറ്റി ഒരു 95% പാകമായിട്ടാണ് റൈസ് വെന്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദമ്മിടുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആ ഒരു 5% കൂടി ആ ദമ്മിൽ നിന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ നമുക്കിനി ബിരിയാണി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിപ്പം ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പം അതിനകത്ത് എന്തെങ്കിലും അരപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള സവാളയായിരുന്നു. സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ പച്ചമുളക് അരയ്ക്കണം എന്നില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന, ഞാൻ ആ ഫിഷ് ഫ്രൈ ചെയ്തപ്പം ഒരു ഫിഷ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫിഷ് ചെറുതായിട്ട് പൊടിച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ മീനും ഇതിൽ കിടന്ന് വെന്തോളും. അപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ പരട്ടിയതായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അത് ആ പൊടിയായിട്ട് തന്നെ ഇട്ടാൽ മതി. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഫിഷിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ, ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടണം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് മാത്രം ചേർക്കുമ്പോൾ നമുക്ക് ആ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം ഇതുപോലെ കുറച്ച്, ഒന്നുകിൽ ചിലവർ ഫ്രൈ ചെയ്തിട്ടതിന് ശേഷം പൊടിച്ച് ചേർക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്താലും നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും. ആ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും അതിൻ്റെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ എല്ലാം നന്നായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും മതി മസാലകളായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും 4 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഉപ്പുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം ഈ സവാളയ്ക്കും ഈ ഗ്രേവിക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ തന്നെ ഫിഷിലും റൈസിലും ഒക്കെ ഉപ്പ് ചേർത്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഗ്രേവിക്കുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പം ബിരിയാണി മസാല, നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഫിഷ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഫിഷ് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒരല്പം മസാല ഇതിന് മുകളിലേക്ക് കൂടി ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഒരു മിനിറ്റ് നേരം വെച്ചാൽ മതി. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി അങ്ങ് മാറ്റി വെച്ചേക്കാം. ആ മസാലയൊക്കെ ഫിഷിലേക്ക് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി റൈസും ഫിഷും എല്ലാം കൂടി ഒന്ന് ദം ഇട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ലെയർ ഫിഷും ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 പീസ് ഫിഷും കുറച്ച് ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസിലേക്ക് ഒരല്പം, നമുക്കറിയാം ബിരിയാണി ആകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു യെല്ലോ കളർ വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് കലക്കിയെടുത്തിരിക്കുന്നത്. കുങ്കുമപ്പൂ നമ്മൾ പാലിൽ കലക്കി ആ യെല്ലോ കളറാണ് സാധാരണ ചേർക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ പകരം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കാരണം എല്ലാവർക്കും വീടുകളിൽ കുങ്കുമപ്പൂ ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കളർ ചേർക്കണം. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതാകുമ്പോഴേക്കും നമുക്ക് വേറെ ഫുഡ് കളറൊന്നും ചേർക്കണ്ട, ഇങ്ങനെയുള്ളതൊക്കെ ചേർത്താൽ മതി. ഇതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കൂടി ഗരം മസാല ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ അടുത്ത ലെയറിൽ ഞാൻ ഫിഷ് വെച്ച് കൊടുക്കുന്നില്ല, പകരം ആ മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മസാല ഇട്ടതിന് ശേഷം ആ നമ്മൾ മസാല ഉണ്ടാക്കി ആ പാത്രത്തിലേക്ക് കുറച്ച് ചോറുകൂടെ മിക്സ് ചെയ്ത് അതുകൂടി ഒന്നിട്ട് കൊടുക്കുകയാണ്. കാരണം കുറച്ച് ആ ഒരു കളർ കിട്ടാനായിട്ട് ചോറിന്. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചോറ് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് യെല്ലോ കളറിനായിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. ഈ ചോറിന് മുകളിലേക്ക് ഒരല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഫിഷും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ ഞാൻ മസാലകൾ ചേർക്കുന്നില്ല, ആ ഫിഷ് മാത്രമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് ഫ്രൈഡ് ഒനിയൻ ഉണ്ടായിരുന്നു, ആ ഫ്രൈഡ് ഒനിയനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട്, റൈസിൻസ് അതൊക്കെ നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്തതിന് ശേഷം ദം ചെയ്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കവർ ചെയ്ത് വെച്ചതിന് ശേഷം മേള് വരെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അടുപ്പ് കത്തിച്ച് വെക്കുക. അതിനുശേഷം മുകളിൽ വരെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടി വെക്കുക. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ഞാൻ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് റൈസിൻസും കാഷ്യൂനട്ടും കൂടി ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ആ നെയ്യും കൂടി ചേർത്ത്. അപ്പോൾ നമ്മുടെ നല്ല സ്വാദേറിയ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ടും കമൻറ്റുകൾ അറിയിക്കാനായിട്ടും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.